പിന്നെ സർചാർജിൻ്റെ കേസും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ലാബ് റേറ്റിന് പുറമെ അല്ലാത്തൊരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ടാക്സ് പേ ചെയ്യാനും കൊടുക്കാൻ കാൽക്കുലേഷൻ ചെയ്യാനൊക്കെ പറ്റും. അതാണ് ടാക്സ് റേറ്റ് അണ്ടർ ന്യൂ ടാക്സ് റെജീം എന്ന് പറയും. പുതിയൊരു ടാക്സ് സിസ്റ്റമാണ്. അത് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഴയ സിസ്റ്റം, അതായത് ഇപ്പോൾ സ്ലാബ് റേറ്റ് അല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അസസീസിന് ടാക്സ് പേ ചെയ്യാനുള്ള വേറൊരു ഓപ്ഷനാണ് ആക്ച്വലി പറയുന്ന ന്യൂ ടാക്സ് റെജീം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ 115 BAC ആണ്, അതായത് 115 BAC എന്ന് പറയുന്ന ഇൻകം ടാക്സ് സെക്ഷൻ പ്രകാരമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ടാക്സ് അവർക്ക് പേ ചെയ്യാൻ പറ്റുക. നോക്കാം നമുക്ക്. അണ്ടർ സെക്ഷൻ 115 BAC ഇൻഡിവിജ്വൽസ്, ദാറ്റ് മീൻസ് അത് സീനിയർ സിറ്റിസന് പറ്റും, സൂപ്പർ സീനിയർ സിറ്റിസൻസിന് പറ്റും, അതുപോലെ തന്നെ നോർമൽ സിറ്റിസൻസിനൊക്കെ പറ്റും. ഓക്കെ, ആൻഡ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി HUF പറ്റും. ദാറ്റ് മീൻസ് ഇൻഡിവിജ്വൽസിനും HUF ഈ ഒരു പുതിയ ടാക്സ് റെജീം പ്രകാരം ടാക്സ് പേ ചെയ്യാൻ അവർക്ക് പറ്റുക. ആർ എലിജിബിൾ ടു ചൂസ് ദ ടാക്സ് റേറ്റ് അണ്ടർ ദ ന്യൂ ടാക്സ് റെജീം ആണ്. ഈ പറയുന്ന പുതിയ ടാക്സ് റെജീം പ്രകാരം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് പേ ചെയ്യാൻ അവർക്ക് പറ്റും. ഓക്കെ, അവർക്ക് ഓൾറെഡി പഴയ സിസ്റ്റം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് പേ ചെയ്യാം. അതിന് പുറമെ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്ഷൻ അവർക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ടാക്സ് പേ ചെയ്താൽ മതി. Okay, then taxpayers can select either new tax regime or old tax regime based on which option result in a lower tax liability ആണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ടാക്സ് റെജീം പ്രകാരവും പഴയ ടാക്സ് റെജീം പ്രകാരവും അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ഇൻകത്തിന് മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ടോട്ടൽ ഇൻകത്തിന് മുകളിൽ അവർക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ ഏതാണോ ലോവർ വരുന്നത്, ഇല്ല കുറച്ച് ടാക്സ് അടക്കേണ്ട ഓപ്ഷൻസ് ഇതിൽ ഏതാണോ അത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേതാണ് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക, കുറച്ച് ടാക്സ് ഏത് റെജീം പ്രകാരമാണോ അവർക്ക് പേ ചെയ്യാൻ പറ്റുന്നത്, ദെൻ ആ ടാക്സ് റെജീം അവർക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് റിട്ടേൺസ് പേ ചെയ്താൽ മതി. അതാണ് 115 BAC പറയുന്നത്. അപ്പോൾ പുതിയ ടാക്സ് റെജീമാണ്. അവർക്ക് പഴയ ടാക്സ് റെജീം പ്രകാരം ടാക്സ് എടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ ടാക്സ് റെജീം, അത് പറ്റുന്നത് എല്ലാ പേഴ്സൺസിനും പറ്റില്ല, ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെ HUF മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്താണ് ഈ ന്യൂ ടാക്സ് റെജീമിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. 115 BAC ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെയായിരിക്കും 2 മാർക്കിനോ 5 മാർക്കിനൊക്കെ ചോദിക്കുക, വാട്ട് ഈസ് മീൻ ബൈ 115 BAC എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. സെക്ഷൻ 115 BAC എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയേക്കുക, ഇറ്റ്സ് എ ന്യൂ ടാക്സ് റെജീമാണ്. അപ്പോൾ പുതിയതായിട്ട് വന്നൊരു ഓപ്ഷനാണ് ഈ സംഭവം. 2020, 2021 പ്രീവിയസ് ഇയറിലാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. പണ്ടൊന്നും ഈ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു. പണ്ട് പഴയ സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് പേ ചെയ്യുന്ന ഓപ്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോക്കാം നമുക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഇൻഡിവിജ്വൽസ് ആൻഡ് HUF ടാക്സ് പേയേഴ്സ് ആർ. ഇൻഡിവിജ്വൽ HUF ആയിട്ടുള്ള ടാക്സ് പേയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, എലിജിബിൾ ടു ചൂസ് എ ന്യൂ ടാക്സ് റെജീം ഫ്രം പ്രീവിയസ് ഇയർ 2020-21. അതായത് പ്രീവിയസ് ഇയർ 2020, 2021 പ്രീവിയസ് ഇയർ തൊട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വൽസിനും HUF ഈ പറയുന്ന പുതിയ ടാക്സ് റെജീം അവർക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, the following are the deductions and exemptions cannot claim under the new tax regime system. അല്ലെങ്കിൽ ന്യൂ ടാക്സ് സിസ്റ്റം പ്രകാരം ഒരാൾ എന്ത് ചെയ്യാണ്, ഈ HUF അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഈ പറയുന്ന പുതിയ ടാക്സ് റെജീം പ്രകാരം ടാക്സ് പേ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമുക്ക് ഒരുപാട് ഡിഡക്ഷൻസ് പറയുന്നുണ്ട്. ഈ പറയുന്ന ഡിഡക്ഷൻസ് അവർക്ക് കുറക്കാൻ പറ്റില്ല. അവരുടെ ടോട്ടൽ ഇൻകത്തിന് അവർക്ക് ഈ പറയുന്ന ഡിഡക്ഷൻസ് അവർക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദ ഫോളോയിങ് ആർ ദ ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ്. കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്, നമുക്കറിയാം 80C മുതൽ 80U വരെയുള്ള കുറേ ഡിഡക്ഷൻസ് പറയുന്നുണ്ട്. അതിന് പുറമെ എക്സംഷൻസ് പറയുന്നുണ്ട്. അതും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ടോട്ടൽ ഇൻകത്തിൽ അവർക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവർക്കത് മൈനസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് അവർക്ക് മൈനസ് ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, സൗണ്ട് ക്ലിയർ അല്ലേ, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ, വോയിസ്? ഹലോ, ഓഡിബിൾ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, വോയിസ് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ പറയണം, കാരണം നേരത്തെ ഒരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. സോ ലീവ് ട്രാവൽ അലവൻസ് ആണ്. നമുക്കറിയാം എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസ് ആണ് ആക്ച്വലി പറയുന്ന ലീവ് ട്രാവൽ അലവൻസ്. ഇത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ചില എംപ്ലോയീസിന് ഇത് എക്സംപ്ഷൻ കിട്ടുന്നുണ്ട്. ഈ അലവൻസ് അവർക്ക് ടാക്സബിൾ അല്ല, അപ്പോൾ അത് ടാക്സബിൾ ആയിട്ട് മാറും. ഈ പറയുന്ന ന്യൂ ടാക്സ് റെജീം ചൂസ് ചെയ്തുകൊണ്ട് ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ലീവ് ട്രാവൽ അലവൻസ് അവർക്ക് ടാക്സബിൾ ഇൻകം ആയിട്ട് അവർക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും.
ദെൻ പഴയ സിസ്റ്റം പ്രകാരമാണെങ്കിൽ അത് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ അവരുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് ഒഴിവാക്കാൻ പറ്റും. അവരവരുടെ ഇൻകത്തിനോട് കൂടി ഇത് ചെയ്യേണ്ട, അവർക്ക് എടുക്കേണ്ട എക്സംപ്റ്റഡ് ആണ് ഈ ഒരു ലീവ് ട്രാവൽ അലവൻസ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം HRAയുടെ കേസ് നമുക്കറിയാം. അനദർ അലവൻസ് ആണ് എംപ്ലോയീസിന് അവരുടെ അക്കോമഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരു അലവൻസ് ആണ് ആക്ച്വലി ഹൗസ് റെന്റ് അലവൻസ്. ഹൗസ് റെന്റ് അലവൻസിന്റെ എക്സംപ്ഷൻ ലിമിറ്റ് ഒക്കെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഒരു എക്സംപ്ഷൻ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട അലവൻസ് ആണ്. അതും എടുക്കാൻ പറ്റില്ല. അതായത് 115 BAC പ്രകാരം ന്യൂ ടാക്സ് റെജീം പ്രകാരം അല്ലെങ്കിൽ ന്യൂ ടാക്സ് സിസ്റ്റം പ്രകാരം ടാക്സ് പേ ചെയ്യുന്ന ഒരു അസസിക്ക് ഈ പറയുന്ന HRA മൈനസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് അവരുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ HRA അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അല്ലെ, പഴയ സിസ്റ്റം പ്രകാരമാണെങ്കിൽ അവർക്ക് HRA ഇത് എക്സംപ്റ്റഡ് ആയിട്ടാണ്, അവർക്ക് അത് കുറക്കാൻ പറ്റും. പക്ഷെ ഇത് കുറക്കാൻ പറ്റില്ല. ഓക്കെ, ദെൻ മൈനർ ചൈൽഡ് ഇൻകം അലവൻസ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ മൈനർ ചൈൽഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ലബിംഗ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലബിംഗ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മീൻ ബൈ ക്ലബിംഗ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താ ക്ലബിംഗ് എന്ന് പറഞ്ഞാൽ? ക്ലബിംഗ് ഓഫ് ഇൻകം കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുന്നവർക്ക് അറിയുന്നുണ്ടാവും. വാട്ട് ഈസ് മീൻ ബൈ ക്ലബിംഗ്? എനിബഡി? ഇൻകം ആഡ് ചെയ്യുക ഒരു ടാക്സ് പേയർ മേലില് വേറൊരാളെ റെസ്പോൺസിബിൾ ആണ്. അതായത് അസസിയുടേതല്ലാത്ത ഒരാളുടെ ഇൻകം എന്ത് ചെയ്യാണ്, അസസിയുടെ ഇൻകത്തിനോട് കൂടി ആഡ് ചെയ്യുന്നതിനാണ് നമ്മള് ക്ലബിംഗ് എന്ന് പറയും അല്ലെ. അപ്പോ അസസിയുടെ ഇപ്പൊ ഒരു എന്ന് പറഞ്ഞ ഒരാളുടെ ശരിക്കും അയാളുടെ ഇൻകം അല്ല, ദെൻ അതല്ലാത്തൊരു ഇൻകം എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ഇയാളുടെ പേരിൽ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മള് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയാം. അതില് ഒരു പ്രധാനപ്പെട്ട ഒരു കേസാണ് മൈനർ ചൈൽഡിന്റെ ഇൻകം അല്ലെ. അപ്പോ പാരന്റ്സിന്റെ ഇൻകത്തിനോട് കൂടി എന്ത് ചെയ്യേണ്ടി വരും, മൈനർ ചൈൽഡിന്റെ ഇൻകം എന്ത് ചെയ്യേണ്ടി വരും, അവര് ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു മൈനർ ചൈൽഡിന്റെ ഇൻകം ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്തിട്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആരുടെ ഇൻകത്തിനോട് കൂടിയാണോ, അപ്പൊ പാരന്റ്സിന്റെ ഇൻകത്തിനോട് കൂടിയായിരിക്കും, ഫാദറിന്റെ അല്ലെങ്കിൽ മദറിന്റെ ഇൻകത്തിനോട് കൂടിയായിരിക്കും മേ ബി എന്ത് ചെയ്യാം, ഈ മൈനർ ചൈൽഡിന്റെ ഇൻകം ആഡ് ചെയ്യുക. അങ്ങനെ ആരുടെ ഇൻകത്തിനോട് കൂടിയാണോ ഈ മൈനർ ചൈൽഡിന്റെ ഇൻകം ആഡ് ചെയ്യുന്നത്, അവർക്ക് അത് കിട്ടും, ഒരു അലവൻസ് കിട്ടും. അതായത് ഈ പറയുന്ന ഒരു എക്സംപ്ഷൻ കിട്ടുന്നുണ്ട്. 1500 പെർ മൈനർ ചൈൽഡ് അവർക്ക് അവരുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞ ഒരാളുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ മൈനർ ചൈൽഡിന്റെ ഇൻകം എന്ത് ചെയ്യാണ്, ഇയാളുടെ ഇൻകത്തിനോട് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതിന്റെ ഭാഗമായിട്ട് ഒരു അലവൻസ് കിട്ടും. അതായത് മീൻസ് അവർക്ക് ഒരു എക്സംപ്ഷൻ കിട്ടുന്നുണ്ട്. ഒരു 1500 പെർ മൈനർ ചൈൽഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അലവൻസ് ഈ പറയുന്ന ഈ ഒരു എക്സംപ്ഷൻ കിട്ടുന്നുണ്ട്. അത് കുറക്കാൻ പറ്റും പഴയ ടാക്സ്, അതായത് നമ്മൾ പഴയ ടാക്സ് സിസ്റ്റം പ്രകാരം പേ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ 115 BAC ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സംപ്ഷൻ അവർക്ക് കിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ഹെൽപ്പർ അലവൻസ് ആണ്. ഓക്കെ, ഹെൽപ്പർ അലവൻസ് നമുക്കറിയാം ഇത് ചില കേസിൽ എന്താണ് അവർക്ക് എക്സംപ്റ്റഡ് ആണ്. ഈ ഹെൽപ്പർ അലവൻസും ഈ പറഞ്ഞ പോലെ തന്നെ ടാക്സബിൾ ആയിട്ട് മാറും. അതുപോലെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് അല്ലെ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എത്ര വരെയാണ് എക്സംപ്ഷൻ ഒക്കെ ഓർമ്മയുണ്ടോ? എനിബഡി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എക്സംപ്റ്റഡ് ആണ് അല്ലെ, എത്ര വരെ എക്സംപ്റ്റഡ് ആണ്? 2 കുട്ടികൾക്ക് 100 വെച്ചിട്ട് അപ് ടു 2 ചിൽഡ്രൻസ് ആണ് അല്ലെ. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് അവർക്ക് എക്സംപ്റ്റഡ് ആണ്. ബാക്കി അതിന്റെ മുകളിൽ വരികയാണെങ്കിൽ മാത്രമേ ടാക്സബിൾ ആയിട്ട് മാറുള്ളൂ. പക്ഷേ ഇവിടെ അതും എന്ത് ചെയ്യാൻ പറ്റില്ല. 115 BAC ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് അവർക്ക് കുറക്കാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ അതർ സ്പെഷ്യൽ അലവൻസുകളുണ്ട്. 14 പറയുന്ന ഒരുപാട് സ്പെഷ്യൽ അലവൻസുകളുണ്ട്. അതൊന്നും അവർക്ക് കുറക്കാൻ പറ്റില്ല. ഈ പറയുന്ന ഈ ഒരു മെത്തേഡ് പ്രകാരം ടാക്സ് പേ ചെയ്യാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും അവർക്ക് കുറക്കാൻ പറ്റില്ല. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ഓൺ സെൽഫ് ഒക്കുപൈഡ് ഹൗസ് ഓർ വാക്കന്റ് ഹൗസ് ആണ് അല്ലെ. നമ്മൾക്കറിയാം സെൽഫ് ഒക്കുപൈഡ് നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഹെഡിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ്. നമുക്കറിയാം സെൽഫ് ഒക്കുപൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ അല്ലെ, നമ്മുടെ ആനുവൽ വാല്യൂ ഒക്കെ കമ്പ്യൂട്ട് ചെയ്ത് അതിന് നമ്മള് ഗ്രോസ് ആനുവൽ വാല്യൂ നെറ്റ് ആനുവൽ വാല്യൂ ഒക്കെ ആക്കി മാറ്റിയതിനു ശേഷം നമുക്ക് ഡിഡക്ഷൻസ് പറയുന്നുണ്ട്. അതില് ഈ പറയുന്ന ഹൗസ് പ്രോപ്പർട്ടിയിലെ പ്രധാനപ്പെട്ട ഡിഡക്ഷൻ ആണ് 24 പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് അല്ലെ, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റല് വീട് ഈ പറഞ്ഞ സെൽഫ് ഒക്കുപൈഡ് ഹൗസ് ആണെങ്കിലും വേക്കന്റ് ആയിട്ടുള്ള ഹൗസിന്റെ ഒക്കെ ഈ പറയുന്ന അത് നിർമ്മിക്കാനോ അത് ഈ പറഞ്ഞ പോലെ പർച്ചേസ് ചെയ്യാനോ വലിയ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ആ മുനിസിപ്പൽ വാല്യൂ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും. പക്ഷേ
ഇവിടെ ഈ പറയുന്ന 115 BAC ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസിന്റെയോ അല്ലെങ്കിൽ വേക്കന്റ് ആയിട്ടുള്ള ഒരു ഹൗസിന്റെയോ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ അത് നിർമ്മിക്കാനോ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് 115 BAC പ്രകാരം നമുക്ക് ടാക്സ് അടക്കാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൈനസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 16A നമുക്കറിയാം. 16A എന്ന് പറഞ്ഞാൽ നമ്മുടെ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് ആണ്. ഓക്കെ, അതിൽ 80C മുതൽ 80C, 80DD, 80D, 80E ആൻഡ് ഈ പറഞ്ഞ 80CCD അതുപോലെ ആൻഡ് 80JJ. ഓക്കെ, ഈ പറഞ്ഞ സെക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് കുറക്കാൻ പറ്റില്ല. 80C, 80D, 80E സോ ഓൺ. അതുപോലെ തന്നെ എക്സെപ്റ്റ് 80CCD. 80CCD നമുക്ക് കുറക്കാൻ പറ്റും. ആൻഡ് 80JJ ഉണ്ടോ, ഈ പറഞ്ഞ ഡിഡക്ഷൻസ് നമുക്ക് കുറക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അതുപോലെ വിത്തൗട്ട് എക്സംഷൻ ഓർ ഡിഡക്ഷൻ ഫോർ എനി അതർ പെർക്വിസിറ്റ് അലവൻസുകളാണ്. നമുക്ക് ഈ പറഞ്ഞ വിത്തൗട്ട് ചില എക്സംഷൻസും ചില ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില പെർക്വിസിറ്റുകളൊക്കെ ഉണ്ട്, നമുക്ക് എക്സംപ്റ്റഡ് പെർക്വിസിറ്റുകളൊക്കെ ഉണ്ട്. അതുപോലെ ചില അലവൻസുകളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കുറക്കാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ ഡിഡക്ഷൻ ഫ്രം സാലറി അണ്ടർ സെക്ഷൻ 16 ഫോർ എന്റർടൈൻമെന്റ് അലവൻസ് ആൻഡ് ടാക്സ് ഓൺ ദി എംപ്ലോയ്മെന്റ്. ടാക്സ് ഓൺ എംപ്ലോയ്മെന്റും കുറക്കാൻ പറ്റില്ല. അതുപോലെ ഇപ്പോൾ ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും, നമ്മളുടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനം നമ്മളുടെ ടാക്സ് അല്ലെ, എംപ്ലോയ്മെന്റ് ടാക്സ് അവർ ഓൾറെഡി നമ്മളുടെ സാലറിയിൽ നിന്ന് പിടിക്കും. ഓക്കെ, പിടിച്ചു കഴിഞ്ഞിട്ട് അവരാണ് എംപ്ലോയർ ആണ് നമ്മളുടെ ഒരു എംപ്ലോയ്മെന്റ് ടാക്സ് ഈ ഗവൺമെന്റിലോട്ട്, പഞ്ചായത്തിലോട്ടോ മുനിസിപ്പാലിറ്റിയിലോട്ടൊക്കെ പേ ചെയ്യാം. അത് പിന്നീട് ഈ പറയുന്ന എംപ്ലോയി അയാളുടെ ടോട്ടലിംഗ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു അടച്ച എംപ്ലോയ്മെന്റ് ടാക്സ് അവർക്ക് കുറക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ അത് കുറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് അലവൻസും കുറക്കാൻ പറ്റില്ല. ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ എന്റർടൈൻമെന്റ് അലവൻസ് എന്താണ്, കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, EA എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സംപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അവർക്ക് അത് ഡിഡക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കുറക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 115 BAC പ്രകാരം ഒരാൾ ടാക്സ് അടക്കാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ഡിഡക്ട് ചെയ്യാൻ അവർക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഇനി കുറക്കാൻ പറ്റുന്നതുണ്ട്. എക്സംഷൻസ് ആൻഡ് ഡിഡക്ഷൻസ് അവൈലബിൾ അണ്ടർ ന്യൂ റെജിം. ഈ ന്യൂ റെജിം പ്രകാരം അവർക്ക് മൈനസ് ചെയ്യാൻ പറ്റുന്നത് ട്രാൻസ്പോർട്ട് അലവൻസ് ഇൻ കേസ് ഓഫ് സ്പെഷ്യൽ ഏബിൾഡ് പേഴ്സൺ, അതായത് ഡിസേബിൾഡ് പേഴ്സൺസിന് എന്തെങ്കിലും ട്രാൻസ്പോർട്ട് അലവൻസ് അയാളുടെ എംപ്ലോയർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുറക്കാൻ പറ്റും. കൺവെയൻസ് അലവൻസ് റിസീവ്ഡ് ടു മീറ്റ് ദ കൺവെയൻസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ആസ് ദ പാർട്ട് ഓഫ് ദി എംപ്ലോയ്മെന്റ് ആണ്. ഈ എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് ഈ കൺവെയൻസ് അലവൻസ്, യാത്രാ ചെലവുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ വല്ല കൺവെയൻസ് അലവൻസും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറക്കാൻ പറ്റും. ഓക്കെ, എനി കോമ്പൻസേഷൻ റിസീവ്ഡ് ടു മീറ്റ് ദ കോസ്റ്റ് ഓഫ് ട്രാവൽ ഓൺ ടൂർ ഓർ ട്രാൻസ്ഫർ ആണ്. ഈ പറയുന്ന ടൂറിന്റെയോ ട്രാൻസ്ഫറിന്റെയോ ഭാഗമായിട്ട് എന്തെങ്കിലും കോമ്പൻസേഷൻ എംപ്ലോയിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് അവർക്ക് കുറക്കാൻ പറ്റും. അതുപോലെ ഡെയിലി അലവൻസ് റിസീവ്ഡ് ടു മീറ്റ് ദ ഓർഡിനറി റെഗുലർ ചാർജസ് ആണ് അല്ലെ, ഓരോ ദിവസത്തെയും റെഗുലർ ആയിട്ട് വരുന്ന ചെലവുകളൊക്കെ ഓർഡിനറി റെഗുലർ ചാർജസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡെയിലി അലവൻസ് എംപ്ലോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, അത് കുറക്കാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ഫ്രം സാലറി അല്ലെ, നമുക്കറിയാം സാലറി എന്ന് പറയുന്ന ഹെഡില് നമുക്ക് ക്വസ്റ്റിൽ പറഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഡക്ഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000. അത് സാലറി എന്നാണ് കുറക്കാം, അതും അവർക്ക് കുറക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കുറക്കാനും പറ്റും കേട്ടോ. അതായത് ഇപ്പോൾ നമുക്ക് 115 BAC പ്രകാരം നമുക്ക് ഒരു ഡിഡക്ഷൻസ് എടുക്കാൻ പറ്റില്ല എന്നല്ല, ഈ പറയപ്പെടുന്ന ഡിഡക്ഷൻസ് ഒക്കെ അവർക്ക് കുറക്കാം, ചില എക്സംഷൻസ് ഒക്കെ അവർക്കുണ്ട്. പക്ഷെ മുകളിൽ പറഞ്ഞ അപ്പോൾ നമ്മൾ പഴയ സിസ്റ്റം അല്ലെങ്കിൽ പഴയ ഓൾഡ് സിസ്റ്റം പ്രകാരം ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്, അതൊന്നും നമുക്ക് കുറക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി പഴയ ടാക്സ് സിസ്റ്റം പ്രകാരം നമുക്കറിയാം ടാക്സ് റേറ്റ് ഇതാണ്. ഫസ്റ്റ് 2,50,000 nil, then next 2,50,000 5%, next 5 lakh 20%, above 10 lakh നമുക്ക് 30% വരിക. അത് സീനിയർ സിറ്റിസൺ ആകുമ്പോൾ 3 lakh വരെ നീലായിട്ട് മാറും. അതുപോലെ സൂപ്പർ സീനിയർ ആകുമ്പോൾ 5 lakh വരെ നീലായിട്ട് മാറും. ഓക്കെ, ദെൻ പിന്നെ സർചാർജ് വരുന്നുണ്ട്. പക്ഷേ ന്യൂ ടാക്സ് റെജിം പ്രകാരം റേറ്റ് ഇതാണ്. നോക്കാം, നമുക്ക് ഫസ്റ്റ് 3 lakh വരെ നില്ലാണ്. ഓക്കെ, അവിടെ നമ്മൾ 2,50,000 ഉള്ളത് ഇവിടെ 3 lakh ആയിട്ട് മാറും കേട്ടോ. അതുപോലെ നെക്സ്റ്റ് 3 lakh, പിന്നത്തെ 3 lakhന് 5% ആണ്. അവിടെ മറ്റേ സിസ്റ്റം പ്രകാരം അങ്ങനെയല്ല. ആദ്യത്തെ 2,50,000 നില്ല്, പിന്നത്തെ 2,50,000 5%,
പിന്നത്തെ 5 ലാഖിന് എന്താണ് 20% ആണ് അല്ലേ. ഇവിടെ അങ്ങനെയല്ല. പിന്നത്തെ 3 ലാഖിന് എത്രയാണ് 10%. ദെൻ നെക്സ്റ്റ് 3 ലാഖിന് 15%. ദെൻ നെക്സ്റ്റ് 3 ലാഖിന് 20%. ദെൻ ബാലൻസിന് 30%. ഇങ്ങനെയാണ് ടാക്സ് അടക്കാൻ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ടോട്ടൽ ഇൻകം ഈ പറയുന്ന എമൗണ്ടുകളാണ് നോക്കേണ്ടത്. ഇതാണ് ടാക്സ് റേറ്റ്. അപ്പോൾ 115 BAC നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 5 മാർക്കിന് ചോദിക്കാനുള്ള ഐറ്റംസ് ഉണ്ട്. അത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതണം. ഇതൊരു പുതിയ സിസ്റ്റമാണ്. 2021 പ്രീവിയസ് ഇയർ ആണ് ആദ്യമായിട്ട് ഈ പറയുന്ന ഈ ഒരു 115 BAC എന്ന് പറയുന്ന ഈ ഒരു പുതിയ ടാക്സ് റെജിം വന്നത്. അത് വന്നതിന് ശേഷം ഈ പറയുന്ന HUFനും ഇൻഡിവിജ്വൽസിനും എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഇതിലേതാണോ ലോവസ്റ്റ് പേയ്മെന്റ് വരുന്നത് അത് അവർക്ക് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് പേ ചെയ്യാൻ അവർക്ക് പറ്റും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന സ്ലാബ് റേറ്റും അതുപോലെ തന്നെ 115 BAC ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റാത്ത എക്സംഷൻസും അതുപോലെ തന്നെ ഡിഡക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഇനി പറ്റുന്നതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനി അതെല്ലാം 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇത് പുതിയ ടാക്സ് പേയ്മെന്റ് സിസ്റ്റം ആണ്. സെക്ഷൻ 15 BAC പ്രകാരം അത് HUFനും ഇൻഡിവിജ്വൽസിനും എന്നുള്ളത് എഴുതി വെക്കുക കേട്ടോ. ഇനി അതുപോലെ പ്രോബ്ലം വരുമോ? ഓക്കെ, കേട്ടില്ല. ഇതില് പ്രോബ്ലം വരും BSc-ല്. 115 BAC പ്രോബ്ലംസ് ഒന്നും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ 115 BAC പ്രകാരം പ്രോബ്ലംസ് ചെയ്യാൻ ഇല്ല. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ കയ്യില്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, 115 BAC പ്രകാരം പ്രോബ്ലംസ് ഏതാണ്? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. പഴയത് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തതോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തതോ? ഒരുപാട് പഴയതാണോ? ഓക്കെ, ഇനി ഇതിന് പുറമെ നമുക്ക് റിബേറ്റ് പറഞ്ഞ സംഭവമുണ്ട് അല്ലേ. റിബേറ്റ് നമ്മള് ഇന്നലെ പറഞ്ഞിട്ടായിരുന്നു. റിബേറ്റ് ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആവണില്ലേ? എനിക്ക് തെസ്നി പറയുന്നത് ഡിലേ ആയിട്ടാണ് കേൾക്കുന്നത്. അതിന് എൻ്റെ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണോ? ഓഡിബിൾ ആണോ ഞാൻ പറയുന്നത്? ഓഡിബിൾ ആണോ? ഓക്കെ, റിബേറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടായിരുന്നു. റിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിബേറ്റ് 5 ലക്ഷം രൂപ വരെയുള്ള 5 lakh rupees വരെയുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു എക്സംഷൻ ആണ്, ഒരു റിലീഫാണ് ആക്ച്വലി. ഇത് ഈ പറയുന്ന റിബേറ്റ് 12,500 ആണ് മാക്സിമം കിട്ടുന്ന റിബേറ്റ്. ടാക്സ് എമൗണ്ട് കണ്ടെത്തിയിട്ട് അതിൽ നിന്നും 12,500 വരെ എന്ത് കിട്ടും അവർക്ക് ഡിഡക്ഷൻസ്. ഈ പറയുന്ന റിബേറ്റ് ഓഫ് ഇൻകം ഇൻ ദ കേസ് ഓഫ് ഇൻഡിവിജ്വൽ റെസിഡന്റിനാണ് കിട്ടുക. അവരുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിൽ കൂടിയിട്ടില്ലെങ്കിലാണ് കിട്ടുക. ഓക്കെ, അത് പഴയ ടാക്സ് സിസ്റ്റം പ്രകാരമാണ്. ഇനി പുതിയ ടാക്സ് സിസ്റ്റം പ്രകാരം അവർക്ക് റിബേറ്റ് കിട്ടുക 7 ലക്ഷം വരെയാണ്. ഓക്കെ, 7 ലക്ഷത്തിൽ കൂടാൻ അപ് ടു 7 lakh വരെ അവർക്ക് റിബേറ്റ് കിട്ടും. ദെൻ ചെറിയ എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. $25,000 ആണ്. ഓക്കെ, അപ്പോൾ മാക്സിമം എമൗണ്ട് 25,000 ആണ്. പുതിയ അതായത് 115 BAC പ്രകാരം ടാക്സ് അടക്കാൻ ചൂസ് ചെയ്ത ഒരാൾക്ക് 7 ലക്ഷം രൂപ വരെ ഉള്ള ഇൻകമുള്ള ആളുകൾക്ക് എന്ത് കിട്ടും, റിബേറ്റിന് അർഹരാണ്. പഴയ ടാക്സ് സിസ്റ്റം പ്രകാരം ടാക്സ് അടക്കുന്ന ആൾക്കാർക്ക് 5 ലക്ഷം രൂപ വരെയുള്ളവർക്കാണ് ടാക്സ് റിബേറ്റ്, ഈ പറയുന്ന റിബേറ്റ് കിട്ടുള്ളൂ. പക്ഷേ ന്യൂ ടാക്സ് റെജിം പ്രകാരം ടാക്സ് അടക്കുന്ന ആൾക്കാർക്ക് 7 ലക്ഷം രൂപ വരെയുള്ള ഇൻകമുള്ള ആളുകൾക്ക് എന്ത് കിട്ടും, റിബേറ്റ് കിട്ടും. മാക്സിമം എമൗണ്ട് 25,000 വരെ റിബേറ്റ് അത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറയുന്ന 115 BAC പ്രകാരമുള്ള ടാക്സ് പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മാർജിനൽ റിലീഫ് ആണ്. ഓക്കെ, മാർജിനൽ റിലീഫ് നോക്കാം. നമുക്ക് മാർജിൻ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാർജിൻ വരക്കാറുണ്ട്, ഒരു ലിമിറ്റ് ആണ് അല്ലെ, ഒരു ലൈൻ വരച്ച് വെക്കാറുണ്ട്. സോ ഒരു റിലീഫാണ്, ഒരു ആശ്വാസമാണ് മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞാൽ. 2 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിച്ചേക്കാം. ഓക്കെ, നോക്കാം നമുക്ക്. Marginal relief is the relief allowed to an assessee when his taxable income exceeds marginally over 50 lakh, 1 crore, 2 crore, 5 crore. അല്ലേ, ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് ജസ്റ്റ് പറഞ്ഞുതരാം. സർചാർജ് അല്ലേ, ഇവിടെ ഈ സർചാർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടായിരുന്നു.
നമ്മൾ ഈ പറയുന്ന സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് കാണും. ടാക്സ് കണ്ടിട്ട് ഒരു ടാക്സ് അടക്കേണ്ട ഒരു എമൗണ്ട് കണ്ടെത്തി വെക്കും അല്ലേ. അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സർചാർജ് പേ ചെയ്യണം. ഇപ്പോൾ ഒരാളുടെ എമൗണ്ട് ഓഫ് ടോട്ടൽ ഇൻകം, ഇവിടെ TI എന്ന് പറഞ്ഞ ടോട്ടൽ ഇൻകം ആണ്. ഈ ടോട്ടൽ ഇൻകം എക്സീഡ് 50 lakh, 50 ലക്ഷത്തിൽ കൂടുകയാണെങ്കിൽ, 1 കോടിയുടെ താഴെ 50 lakh ലഭ്യമാണെങ്കിൽ 10% സർചാർജ് കൊടുക്കണം. അതായത് സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് എമൗണ്ട് കണ്ടിട്ട് അതിന്റെ 10% സർചാർജ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരാൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഒരാളുടെ ഇൻകം 50,10,000 വിചാരിക്കാം. ഓക്കെ, 50,10,000 രൂപയാണ് ഒരാളുടെ ടോട്ടൽ ഇൻകം വന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ 10% എന്ത് കൊടുക്കേണ്ടി വരും? അയാൾ ഈ പറയുന്ന സർചാർജ് അധികമായിട്ട് കൊടുക്കേണ്ടി വരും. അയാളുടെ ടാക്സ് എമൗണ്ടിന് മുകളിൽ 10% കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ടാക്സ് എമൗണ്ട് കേട്ടോ, ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് ആണ്, അല്ലാതെ ടോട്ടൽ ഇൻകത്തിന്റെ 10% അല്ല. ഈ സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് കാണും, അതിന്റെ 10% കൊടുക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ 50,10,000 വന്ന ഒരാൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ ഈ സർചാർജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ മാർജിനലി ഒരു ചെറിയ എമൗണ്ട് കൂടിയ കാരണത്താൽ അയാൾ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അതുപോലെ ഒരാൾക്ക് ചിലപ്പോൾ 1 കോടിക്ക് മുകളിൽ, 1 കോടി മുതൽ 2 കോടി വരെ ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും? എന്ത് കൊടുക്കേണ്ടി വരും? 15% സർചാർജ് കൊടുക്കേണ്ടി വരും. അപ്പം എന്നോട് ചോദിച്ചോ, 1 കോടി 1000 ആണ് ഒരാളുടെ ഇൻക്രീസ്, അയാൾ ഈ പറഞ്ഞ പോലെ 15% അധികം ടാക്സ് കൊടുക്കേണ്ടി വരും. മനസ്സിലായ? സർചാർജ് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ടാക്സ് ചെറിയ എമൗണ്ട് മാറിയ കാരണത്താൽ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ആളുകൾക്കാണ് ഈ മാർജിനൽ റിലീഫ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം കിട്ടുന്നത്. ഓക്കെ, അതിന് അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻസ് നമ്മുടെ ടാക്സ് സിസ്റ്റത്തിൽ കൊണ്ടുപോകുന്നിട്ടുള്ളത്. സോ നോക്കാം, മാർജിനൽ റിലീഫ് ഈസ് എ റിലീഫ് അലൗഡ് ടു ആൻ അസസി. അസസികൾക്ക് ഒരു റിലീഫ് കൊടുക്കാൻ, ഒരു ആശ്വാസം കൊടുക്കാനാണ്. എപ്പോ? when his taxable income exceed marginally, അയാളുടെ taxable income മാർജിനലി എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഓവർ 50 lakh, 50 ലക്ഷത്തിന്റെ മുകളിൽ പോവുക ചെറുതായിട്ട്, അല്ലെങ്കിൽ 1 കോടിക്ക് മുകളിൽ പോവുക, അല്ലെങ്കിൽ 2 കോടിക്ക് മുകളിൽ പോവുക, അല്ലെങ്കിൽ 5 കോടിക്ക് മുകളിൽ പോകുന്ന ആളുകൾക്കാണ് ഈ മാർജിനൽ റിലീഫ് എന്ന് പറയുന്ന ഈ ഒരു റിലീഫ് കിട്ടുക. So the concept of marginal relief is designed to provide റിലാക്സേഷൻ ഫ്രം ലെവി ഓഫ് സർചാർജ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ സർചാർജ് ലെവി ചെയ്യും, ചുമത്തുന്നതിൽ ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി പറയുന്ന മാർജിനൽ റിലീഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ടു എ ടാക്സ് പെയർ വേർ ദി ടോട്ടൽ ഇൻകം എക്സീഡ് മാർജിനലി ഓവർ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. ഈ ലിമിറ്റ് 50 ലക്ഷം, 1 കോടി, 2 കോടി, 5 കോടി, ഇതിന്റെ മുകളിൽ പോകുന്ന, അതും മാർജിനലി അത് ലിമിറ്റ് എക്സീഡ് ചെയ്യുന്ന ആളുകൾക്ക് അതിലെ അധികം ടാക്സ് പേ ചെയ്യുന്ന ഒരു അവസ്ഥ വരും. അതിൽ നിന്നും ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു മാർജിനൽ റിലീഫ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. സോ ദ പർപ്പസ് ഓഫ് മാർജിനൽ റിലീഫ് ഈസ് ടു എൻഷുർ ദാറ്റ് increase of tax due to increase of total income beyond the specified limit ആണ്. ഓക്കെ, should not exceed the amount of increase of total income. അതായത് ഈ പറഞ്ഞ സംഭവം കൊണ്ടുവന്നതിനാണ് ഈ പറഞ്ഞ ഇൻക്രീസ് ഓഫ് ടാക്സ് അവർക്ക് കൂടുകയാണ്. എന്ത് കാരണത്താലാണ്? ഡ്യൂ ടു ഇൻക്രീസ് ഓഫ് ടോട്ടൽ ഇൻകം ബിയോണ്ട് ദ സ്പെസിഫൈഡ് ലിമിറ്റ്. ഈ സ്പെസിഫൈഡ് ലിമിറ്റ് ആണ് 50 ലക്ഷം, 1 കോടി, 2 കോടി, 5 കോടി. ഓക്കെ, അതിൽ ചെറിയ എമൗണ്ട് മാറിയ കാരണത്താൽ, അല്ലെങ്കിൽ അതിന്റെ മുകളിലോട്ട് ചെറിയ എമൗണ്ട് മാറിയ കാരണത്താൽ അവർ അധികമായിട്ട് ടാക്സ് കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ അതിൽ നിന്നും ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഓപ്ഷനാണ്. ഇനി നോക്കാം, ഇവിടെ മാർജിനൽ റിലീഫ് ഈസ് ആപ്ലിക്കബിൾ ടു ദ ഫോളോയിങ് കേസസ് ആണ്. ഇതിൽ ഫസ്റ്റ് കേസ് നോക്കാം, where the total income is slightly more than 50 lakh, 50 ലക്ഷത്തിൽ കൂടി, but not more than 1 crore ആണ്. 1 കോടിക്ക് മുകളിലല്ല, 50 ലക്ഷത്തിന്റെയും 1 കോടിക്കും ഇടയിലാണെങ്കിൽ അങ്ങനെയാണ് മാർജിനൽ റിലീഫ് നോക്കാം നമുക്കിവിടെ. ഇൻ ദിസ് കേസ് മാർജിനൽ റിലീഫ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സസ് ഓഫ് ടാക്സ് പേയബിൾ, ഓക്കെ, ഇൻക്ലൂഡിംഗ് സർചാർജ്, ഓൺ ദി ഇൻകം above 50 lakh and the amount of income exceed rupees 50 lakh ആണ്. ഓക്കെ, ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്കിവിടെ എൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. മാർജിനൽ റിലീഫ് ഇങ്ങനെയാണ് കാണുന്നത്. അഡീഷണൽ ടാക്സ് ഓൺ അക്കൗണ്ട് ഓഫ് ആൻ ഇൻകം എക്സീഡ് rupees 50 lakh. ഈ 50 ലക്ഷം കൂടിയ കാരണത്താൽ അധികമായിട്ട് കൊടുക്കുന്ന സർചാർജ് ഉണ്ടാവും അല്ലെ, അധികമായിട്ട് കൊടുക്കുന്ന സർചാർജ്, അതാണ് അഡീഷണൽ ടാക്സ് എന്ന് പറയുന്നത്. അഡീഷണൽ ടാക്സ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻകം എക്സീഡ് rupees 50 lakh അല്ലെ. 50 lakh എക്സീഡ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യേണ്ടത്? 10% സർചാർജ് കൊടുക്കുന്നത്. ആ ടാക്സ് അതിന് എന്ത് മൈനസ് ചെയ്യുക? അഡീഷണൽ ഇൻകം ഓവർ 50 lakh. ഈ 50 ലക്ഷത്തിൽ
അധികമുള്ള എമൗണ്ട് ഓഫ് ഇൻകം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 50,100,000 ആണ് ഒരാളുടെ ഇൻകം എന്ന് വിചാരിക്കുക. ടോട്ടൽ ഇൻകം 50,100,000 ആണ് ഒരാളുടെ ഇൻകം. ഓക്കെ, 50,100,000. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ടാക്സ് എമൗണ്ട് കണ്ടെത്തി. ഓക്കെ, ഇയാളുടെ ടാക്സ് എമൗണ്ട് കണ്ടെത്തിയിട്ട് അത് അധികമായിട്ട് ഈ പറയുന്ന സർചാർജ് എമൗണ്ട് കാണാം. ദാറ്റ് മീൻസ് അഡീഷണൽ ആയിട്ട് 50 ലക്ഷം എക്സീഡ് ചെയ്ത കാരണത്താൽ അയാൾ കൊടുക്കുന്ന ഒരു അഡീഷണൽ ടാക്സ് ഉണ്ടാവും അല്ലേ. 50 ലക്ഷം എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഇത് കൊടുക്കണം, 10% സർചാർജ് കൊടുക്കണം. ആ എമൗണ്ട് അതാണ് അഡീഷണൽ ടാക്സ് എന്ന് പറയുന്നത്. ആ ടാക്സ് മൈനസ്, അതിനെന്ത് മൈനസ് ചെയ്യുക? ഇയാൾക്ക് 50 ലക്ഷത്തിൽ അഡീഷണൽ ആയിട്ട് വന്ന ഇൻകം എത്രയാണ്? 1000 ആണ് അല്ലെ. 50,100,000 ആണ് അവിടെ. ആ 1000 എന്ത് ചെയ്യുക? അതിന് മൈനസ് ചെയ്യുക. ഓക്കെ, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണെന്ത് അവിടെ അയാൾക്ക് മാർജിനൽ റിലീഫായിട്ട് അയാൾക്ക് കുറക്കാൻ പറ്റുക. പ്രോബ്ലം ഉണ്ട്, ആ സമയത്ത് പറഞ്ഞുതരാം. അതേപോലെ തന്നെ ബാക്കിയുള്ള കേസൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, 1 കോടിക്ക് മുകളിലാണ് പക്ഷേ 2 കോടിക്ക് താഴെയാണ്. അങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ സർചാർജ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എങ്ങനെയാണ് ഉണ്ടാവും? The difference between excess of tax payable including surcharge on the income above ₹1 crore and amount of income exceeded 1 crore ആണ്. ഓക്കെ, 1 കോടിക്ക് മുകളിൽ എത്രയാണോ ഇൻകം ഉള്ളത് അതെന്ത് ചെയ്യുക? 1 കോടിക്ക് മുകളിൽ സർചാർജ് എത്രയാണോ എടുത്തത് അല്ലേ. 1 കോടിക്ക് മുകളിൽ വരുമ്പോഴുള്ള സർചാർജിന് ഈ പറയുന്ന എത്രയാണോ 1 കോടിക്ക് മുകളിലുള്ള അയാളുടെ ഇൻകം. ഇപ്പോൾ ഒരാളുടെ ഇൻകം 1,10,00,000 ആണെങ്കിൽ ആ സർചാർജിന് 1 കോടി ഇൻക്രീസ് ചെയ്ത കാരണത്താൽ അയാൾ കൊടുക്കുന്ന സർചാർജ് എന്ന് പറയുന്ന ടാക്സിന് ആ 1,10,00,000 ആണെങ്കിൽ ആ 10,000 മൈനസ് ചെയ്യുക. ഓക്കെ, അതാണ് ഈ 4 കേസിലും അങ്ങനെ തന്നെ. ഈ 4 കേസിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. 2 കോടിക്ക് മുകളിലാണെങ്കിലും അതേപോലെ തന്നെയാണ് കേസ് പറയുന്നത്. അതുപോലെ 5 കോടിയുടെ കേസ് ആണെങ്കിലും അതേ കേസ് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത്. ഇല്ലസ്ട്രേഷൻ ആണ്. ദ ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ ഫോർ ദ പ്രീവിയസ് ഇയർ 2023-24 rupees 50 lakh 10,000 ആണ് കേട്ടോ. 50 lakh 1,000. എന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞത് കമ്പ്യൂട്ട് മാർജിനൽ റിലീഫ് ആൻഡ് ടാക്സ് പേബിൾ ആണ്. മാർജിനൽ റിലീഫ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ടാക്സ് ഓൺ ₹50 lakh 50 ലക്ഷത്തിന്റെ ടാക്സ് കാണാം അല്ലെ. 50 ലക്ഷത്തിന്റെ ടാക്സ് എങ്ങനെ കാണാം? കാൽക്കുലേറ്റർ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഞാൻ അതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടോ? ഹലോ, നോട്ട് ബുക്കും കാൽക്കുലേറ്ററും കയ്യിലുണ്ടോ? ഉണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യും, പറഞ്ഞുതരാം. ടാക്സ് ഓൺ ₹50 lakh 50 ലക്ഷത്തിന് നമുക്ക് നമ്മൾ ടാക്സ് കാണാണ്. അപ്പോൾ ആദ്യത്തെ 2,50,000 നില്ല് ഏകദേശം ഫസ്റ്റ് 2,50,000 നില്ലാണ് വരിക. ഓക്കെ, ഫസ്റ്റ് 2,50,000 നില്ല്. ദെൻ പിന്നത്തെ 2,50,000 എത്ര വരിക? എത്ര പെർസെൻറ്റേജ് ടാക്സ് റേറ്റ്? 5%. ഓക്കെ, അടുത്ത 2,50,000 5% വേണം. അപ്പോൾ 2,50,000 ഇൻറ്റു 5/100 എത്ര വരുന്ന എമൗണ്ട്? 12,500. ഓക്കെ, 12,500. ഓക്കെ, അവിടെ അപ്പോൾ അതായി. ഇനി അടുത്ത 5 lakhന് എത്ര പെർസെൻറ്റേജാണ്? 20. ഓക്കെ, കണ്ടോ? 5 lakh ഇൻറ്റു 20/100 1 lakh. 1 lakh. ഓക്കെ, ഇനി അതിന്റെ മുകളിലുള്ള എല്ലാ എമൗണ്ടിനും എത്ര പെർസെൻറ്റേജ് ടാക്സ്? 13%. 30%. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇനി ചെയ്യേണ്ടത് 50 ലക്ഷത്തിൽ നമ്മളിപ്പോൾ 10 ലക്ഷം പോയി അല്ലേ. 50 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം പോയാൽ ഈ ബാലൻസ് എത്രയാ? 40 ലക്ഷം ഉണ്ടാവും അല്ലേ. 40 ലക്ഷത്തിന് എത്ര പെർസെൻറ്റേജ് ടാക്സ് വരിക? 30%. കാൽക്കുലേറ്റ് ചെയ്ത് 40 ഇൻറ്റു 30/100 12 ലക്ഷത്തി ലക്ഷം. കേട്ടില്ല, ക്ലിയർ ആയില്ല. 12 ലക്ഷത്തി 12 ലക്ഷം. 12 ലക്ഷം. ഓക്കെ, 12 ലക്ഷം പ്ലസ് നമുക്കിപ്പോൾ നേരത്തെ കിട്ടിയ ടാക്സ് എത്രയാവും? 2 ലക്ഷത്തിന് 2 ലക്ഷത്തിൻ്റെത് 5 ലക്ഷത്തിന്റെ ടാക്സ് രണ്ടും ഒക്കെ പാടെ ആഡ് ചെയ്ത് എത്ര ടാക്സ് എമൗണ്ട് വരുന്നത്?
13,12,500. അതാണ് ഈ 13,12,500. മനസ്സിലായോ? അങ്ങനെ കണ്ടെത്തിയതാണ് 13,12,500. സ്ലാബ് റേറ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഇതിന്റെ കാൽക്കുലേഷൻ ഞാൻ മറന്നുപോയതാണ് ഇതിൽ ആഡ് ചെയ്യാൻ. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ ഇതിന്റെ നോട്ട് ഉണ്ടാക്കണം. ഇതിന്റെ നോട്ട് അയക്കുമ്പോൾ ഞാൻ എന്തായാലും അതും കൂടി ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ടാക്സ് ഓൺ റുപ്പീസ് 50 ലാക്ക് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, അതായത് സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് കാണുകയാണെങ്കിൽ 13,12,500, അതായത് സാധാ സ്ലാബ് റേറ്റ് വെച്ചിട്ട്. ഇനി നമുക്ക് ഇനി സർചാർജ് കൂടി ആഡ് ചെയ്യണം അല്ലേ? സർചാർജ് എങ്ങനെ വരിക? സർചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടീസിലൂടെ സർചാർജ് 50 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം വന്നു കഴിഞ്ഞാൽ എത്ര പെർസെന്റേജ് സർചാർജ്? 10% ആണ് കേട്ടോ. 10%. ആ 10% എന്തിമേല 50 ലക്ഷത്തിമേലല്ല കാണേണ്ടത്. നമ്മളിപ്പോൾ കണ്ടെത്തി വെച്ച 13,12,500 ഇതാണ് ടാക്സ് എമൗണ്ട്. ഗവൺമെന്റിലോട്ട് അടയ്ക്കേണ്ട ടാക്സ് ആണ് 13,12,500. അതിന്റെ 10%. അതിന്റെ 10% എത്ര വരിക? ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. 50 ലക്ഷത്തിന്റെ ടാക്സ് 13,12,500 ആണ്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ നേരത്തെ ചെയ്ത് വെച്ച 2,50,000 ടാക്സ് ഉണ്ട്, അതുപോലെ 5 ലക്ഷത്തിന്റെ ടാക്സ് ഉണ്ട്. ഇനി കാണേണ്ടത് നിങ്ങൾ ഒരു ഇതും കൂടി കാണും. ടാക്സ് 40,100,000 ടാക്സ് കണ്ടേ. 40,100,000 ടാക്സ് എത്ര വരുന്നത്? 40,100,000 ടാക്സ് 40,100,000 ഇൻറ്റു 30/100 എത്ര വരുന്നത്? 12,300. 12,300 ആണോ? 12,03,000 അല്ലേ? ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് എഴുതി വെച്ചോ. ഞാൻ പറഞ്ഞ പോലെ ഓർഡറിൽ എഴുതി വെച്ചോ. ആദ്യത്തെ 2,50,000 നില്ല്, പിന്നത്തെ 2,50,000 എത്രയാണെന്ന് പറഞ്ഞത്? എമൗണ്ട് 12,500 ടാക്സ് വരുന്നത്. ഓക്കെ, അതിന്റെ താഴെ എത്ര വരുന്നത്? 1 ലക്ഷം അല്ലേ? 1 ലക്ഷം. 1 ലക്ഷം. അതിന്റെ താഴെ ഇപ്പൊ കിട്ടിയ എത്രയാണ് വരുന്നത്? 12,100,000. 300. ഓക്കെ, 12,03,000. ഓക്കെ, 12,300,000 കിട്ടി. അതും അതിന്റെ താഴെ എഴുതി വെക്കുക. ഇനി നമ്മള് അത് 3 പാടെ ആഡ് ചെയ്ത് നോക്കുക. എത്ര വരുന്നത്? അത് 3 പാടെ ആഡ് ചെയ്ത് എത്ര വരുന്ന ടാക്സ് എമൗണ്ട്? 13,12,800. 800. ഓക്കെ, 13,12,800 വരും. അതായത് ഈ 13,12,500 കൂടി 300 കൂടി കൂടുന്നുള്ളതാണ്. അതായത് എക്സ്ട്രാ 1,000 കൂടി നമുക്ക് അവിടെ ഇൻകം ഉണ്ട്, അതിന്റെ ടാക്സ് കൂടിയാണ് 300. ഓക്കെ, അപ്പൊ അങ്ങനെ 13,12,800 എന്ന് പറഞ്ഞൊരു എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ആ എമൗണ്ട് അതിന്റെ 10% എന്ന് കണ്ടെത്തിക്കേ. 13,12,800ന്റെ 10% കണ്ടെത്തിക്കേ. സർചാർജ് ആണത്. അതിന്റെ മുകളിലാണ് 10%. 13,12,800ന്റെ 10%. 1,31,280. ഓക്കെ, അത് ആ 13,12,500 കൂടി ആഡ് ചെയ്യാം. അതായത് അതിന്റെ 10% അതിനോട് കൂടി തന്നെ ആഡ് ചെയ്യാം. അതിനോടുകൂടി ആഡ് ചെയ്ത് എത്ര വരുന്നത്? 14,44,080. അതാണ് ഈ എമൗണ്ട്. 14,44,080 പറയുന്ന എമൗണ്ട് ഇതാണ്. ഇവിടെ കണ്ടോ ഇവിടെ കൊടുത്ത എമൗണ്ട് അതാണ്. ടാക്സ് ഓൺ 50,10,1,000 ഇൻക്ലൂഡിംഗ് സർചാർജ്. അതായത് 50,100,000 ടാക്സും പ്ലസ് സർചാർജ് കൂടി ആഡ് ചെയ്ത എമൗണ്ട് ആണ് 14,44,080 എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ടാക്സ്. ഓക്കെ, ഇനി അപ്പോ 50 ലക്ഷത്തിന്റെ ടാക്സ് നമ്മളിവിടെ സെപ്പറേറ്റ് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. 13,12,500. ഓക്കെ, ആ എമൗണ്ട് എക്സംഷൻ, ആ പറഞ്ഞ 50 ലക്ഷം എന്ന് പറയുന്ന എക്സംഷൻ ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എത്ര ടാക്സ് അടച്ചാൽ മതി? 13,12,500. അതായത്
50 ലക്ഷം വരെ ഇൻകം ഉള്ള ആൾക്കാർക്ക് 13,12,500 എന്ന് പറയുന്ന ടാക്സ് അടച്ചാൽ മതി. ഈ ഒരു 1000 എന്ന് പറയുന്ന എമൗണ്ട് കൂടിയ കാരണത്താൽ അയാൾ എത്ര രൂപ അധികം ടാക്സ് അടക്കേണ്ടി വന്നു? 1,31,550 രൂപയുടെ ടാക്സ് അടക്കേണ്ടി വന്നു. മനസ്സിലായോ? കേസ് മനസ്സിലായോ നിങ്ങൾക്ക്? പറയുന്ന എന്താണ് ഈ മാർജിനൽ റിലീഫ് എടുക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ വരാനുള്ള കാരണമാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ. അധികമായിട്ട് അയാൾ എത്ര ടാക്സ് അടക്കേണ്ടി വന്നു? 1000 രൂപ ഇൻകം കൂടിയ കാരണത്താൽ അയാൾ 1,31,550 രൂപ ടാക്സ് എടുക്കേണ്ടി വന്നു. കണ്ടോ? അഡീഷണൽ ടാക്സ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻകം എക്സീഡ് 50 lakh. 50 ലക്ഷം എന്ന് പറയുന്ന ഇൻകം ലിമിറ്റ് എക്സീഡ് ചെയ്ത കാരണത്താൽ അയാൾ അധികമായിട്ട് അടയ്ക്കേണ്ടി വന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ 1,31,550 ആണ്. ക്ലിയർ? മനസ്സിലായോ? ഹലോ? അപ്പൊ 50 ലക്ഷത്തിന്റെ എന്താ സർചാർജ് കാണാഞ്ഞേ? 50 നോക്കുക. സർചാർജിന്റെ കേസ് പറയുന്നത് എങ്ങനെയാണ്? മോർ ദാൻ ഉണ്ടോ, സ്ലൈറ്റ്ലി മോർ ദാൻ 50 lakh ആണ് സർചാർജ്. എപ്പോഴാണ് വരിക? സർചാർജിന്റെ കേസ് നോക്കുക. ഈ ടോട്ടൽ ഇൻകം എക്സീഡ് 50 lakh ആണ്. 50 lakh എക്സീഡ് ചെയ്താലാണ് ടേൺ. അപ് ടു 50 lakh വരെ സർചാർജ് ഇല്ല. ക്ലിയർ? ഓക്കെ. അപ്പോ അങ്ങനെ അത് കാരണത്താലാണ്. ഓക്കെ, പറഞ്ഞു. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അപ്പൊ അധികമായിട്ട് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് ടാക്സ് 1,31,580 ആണ്. ഇനി ഇവിടെ നോക്കാം, നമുക്ക് മാർജിനൽ റിലീഫ് എത്ര കിട്ടുക. അതായത് ആ അടക്കേണ്ട എമൗണ്ടിന് ഇപ്പോൾ 14,40,80 രൂപയുടെ ടാക്സ് കൊടുക്കേണ്ടി വരും. അതാണ് ഇൻക്ലൂഡിങ് സർചാർജ് അടക്കം. അതിൽ അയാൾക്കൊരു റിലീഫ് കിട്ടും. ആ റിലീഫ് എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ നമ്മളുടെ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അഡീഷണൽ ടാക്സ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻകം എക്സീഡ് 50 lakh. ഇതാണ് സംഭവം. ഈ ഇക്വേഷൻ നോക്കുക. അഡീഷണൽ ടാക്സ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻകം എക്സീഡ് ₹50 lakh. 50 ലക്ഷം എക്സീഡ് ചെയ്ത കാരണത്താൽ അയാള് അധികമായിട്ട് അടയ്ക്കേണ്ടി വരുന്ന ടാക്സ്, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? അഡീഷണൽ ഇൻകം ഓവർ 50 lakh. ഇയാൾക്ക് അധികമായിട്ട് 50 ലക്ഷത്തിന് മുകളിൽ എത്ര രൂപയുടെ ഇൻകം ഉണ്ടോ ആ അധികം ഇൻകം അതിന് മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെ അധികമായിട്ട് 50 ലക്ഷം എന്ന് പറയുന്ന ആ ഒരു എക്സംഷൻ ലിമിറ്റ് എക്സീഡ് ചെയ്ത കാരണത്താൽ അയാൾ അടയ്ക്കേണ്ടി വന്ന ടാക്സ് എമൗണ്ട് എത്രയാണ്? ഇവിടെ 1,31,580 ആണ്. അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യാം? അയാൾക്ക് അധികമായിട്ട് 50 ലക്ഷത്തിന് മുകളിൽ അധികമായിട്ട് വന്ന ഇൻകം എത്രയാണ്? 1000 ആണ് അല്ലെ? 50 ലക്ഷത്തി 1000 ആണ് അയാളുടെ അധികമായിട്ട് വന്ന ഇൻകം. ആ എമൗണ്ട് മൈനസ് ചെയ്യാം. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു എമൗണ്ട് കിട്ടില്ലേ? 1,03,580. ഇതാണ് അയാൾക്ക് മാർജിനൽ റിലീഫ് ആയിട്ട് ഈ 14,44,580 അയാൾക്ക് മൈനസ് ചെയ്യാൻ പറ്റുക. ഓക്കെ. അപ്പൊ നമുക്കിനി ഇയാളുടെ ടാക്സ് എമൗണ്ട്, അയാൾ അടക്കേണ്ട ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ? കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് പേയബിൾ മിസ്റ്റർ എ ഫോർ ദ അസസ്മെന്റ് ഇയർ എത്രയാണെന്നുള്ളത് കാണുന്നുണ്ട്. ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് 50,10,000 ടാക്സ് നമ്മൾ ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. 1,14,44,580. അതിൽ നിന്നും അയാൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന നമ്മളിവിടെ കണ്ടെത്തി വെച്ച മാർജിനൽ റിലീഫ് 1,30,580 എന്ന് പറയുന്ന ആ എമൗണ്ട് മൈനസ് ചെയ്യാം. അതാണ് ലെസ് ചെയ്തതോടെ മാർജിനൽ റിലീഫ് 1,30,580 അയാൾക്ക് ലെസ് ചെയ്യാം. പിന്നീട് ലെസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലെസ് ചെയ്ത എമൗണ്ടിനോട് കൂടി എന്ത് ചെയ്യാം? എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യാം. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എത്ര പെർസെൻറ്റേജാ? 4% ആണ്. നോട്ട് ചെയ്തോ? 4% ആണ് വരിക. ഉണ്ടോ? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. എന്തിനോട് കൂടി ആഡ് ചെയ്യേണ്ടത്? ടാക്സ് ഓൺ ഇൻകം, ഇൻകം ടാക്സ് പ്ലസ് സർചാർജ് രണ്ടും പാടെ ആഡ് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് 4% വരിക കേട്ടോ. അപ്പൊ നമുക്കിവിടെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 14,44,580 1,03,580 മൈനസ് ചെയ്ത് എത്ര വരുന്നത്? മൈനസ് ചെയ്ത് നോക്ക്. 14,44,080 ഈ മാർജിനൽ റിലീഫ് ആയിട്ടുള്ള 1,30,580 മൈനസ് ചെയ്താൽ എത്ര എമൗണ്ട് വരുന്നത്? ഹലോ? 13,13,500. യെസ്. അതിന്റെ 4% കണ്ടെത്തിക്കേ. എത്ര വരുന്നത്? അതിന്റെ 4% ഇൻറ്റു 4/100. 52,540. യെസ്, അതാണ് 52,540. അതായത് 14,44,580 മൈനസ് മാർജിനൽ റിലീഫ് 1,30,580 മൈനസ് ചെയ്യാം.
മൈനസ് ചെയ്തതിൻ്റെ 4%. ഓക്കെ, മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് ഉണ്ടാവും, അതിൻ്റെ 4%ആണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ആഡ് ചെയ്യുന്നത്. അത് 52,540 കിട്ടും. അത് ആ പറയുന്ന എമൗണ്ടിനോട് കൂടി ആഡ് ചെയ്യുക. അതായത് നേരത്തെ ഇത് മൈനസ് ചെയ്ത് കിട്ടിയ എമൗണ്ട് ഉണ്ടാവും, അതിനോട് കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 13,66,040 എന്ന് പറഞ്ഞൊരു എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നോക്കുക, ഇയാളുടെ ഇൻകം 50,100,000 ആണെങ്കിൽ അയാൾ എത്ര ടാക്സ് കൊടുക്കണം? 13,66,040 രൂപ ഗവൺമെന്റിലോട്ട് അയാൾ ടാക്സ് അടക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് സർചാർജിന്റെ കേസിലുള്ള കാൽക്കുലേഷൻ വരിക കേട്ടോ. സർചാർജ് ഇങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരിക. മേ ബി ചോദിച്ചേക്കാം, അങ്ങനെ ചോദിച്ചു വരാറില്ല. സർചാർജ് എന്താണെന്നുള്ളത് തിയററ്റിക്കലേ ചോദിക്കാറുള്ളൂ. ചിലപ്പോൾ കാൽക്കുലേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഒരു പ്രോബ്ലം ചെയ്യാം. സമയമില്ല, 9:45 ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ടാക്സ് പേബിൾ ബൈ മിസ്റ്റർ എ ഫോർ ദ അസസ്മെന്റ് ഇയർ 2024-25. ഓക്കെ, ഇതിപ്പോൾ പറഞ്ഞാൽ തീരില്ല. ഞാൻ എന്തായാലും നാളെ ക്ലാസ് എടുക്കുമ്പോൾ വീണ്ടും ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, കാരണം റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ടാണ്. ഇന്നത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ നിർത്താം നമുക്ക്. ഇന്ന് പറഞ്ഞതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. എനിബഡി? ഹലോ, ആരൊന്നും ഉണ്ടെന്നില്ലല്ലോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അശ്വിനി, തസ്നി, ആരൊക്കെ മുതലുള്ളത്? ക്ലിയർ ആണോ അശ്വിനി? ക്ലിയർ ആണ്. ബാസില? ഓക്കെ. ഷമീമ? ഒരാളും കൂടി ഉണ്ടല്ലോ, ഷമീമ, ഷഹല അല്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യാൻ നോക്കുന്നതായിരുന്നു. ഇന്നിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്, കാരണം മറ്റേ പ്രോബ്ലം തുടങ്ങിയാൽ അവസാനിക്കൂല കേട്ടോ, അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആവില്ല. എന്തായാലും ഞാൻ നാളെ എടുക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക്